അവനൊന്ന് സ്റ്റക്കാവുകയാണ്. പാസ്റ്റ് കാണിക്കുന്നു. യോങ്യാങ് പോവല്ലേ, ഞാൻ തിരിച്ചു വരും, ഇവിടെ തന്നെ കാണണേ. ഇത് കിം നോക്കുന്നുണ്ട്. ഇവിടെ പ്രസന്റില് ആളിങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് അവനെ വിടുന്നു. ഞാനല്ല നിന്റെ ബ്രദറിനെ കൊന്നത്. അത് കട്ട് ചെയ്ത് പാസ്റ്റ് കാണിക്കുന്നു. കിമ്മും യോങ്യാങ്ങും തമ്മിൽ കോമ്പറ്റീഷൻ നടക്കാണ്. രണ്ടുപേരും കത്തിയും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊടിക്ക് വിടാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തെറിച്ചു വീഴുന്നു. വീണ്ടും എനീറ്റ് കിം യോങ്യാങ്ങിനെ കുത്താൻ നിൽക്കാണ്. അവനെ വെള്ളത്തിലോട്ട് തള്ളിയിടുന്നു. രണ്ടുപേരും ഇങ്ങനെ നിന്ന് ഏറ്റവും അവസാനം യോങ്യാങ്ങിന് നേരെ കത്തിയേക്കാണ്. മതി. അങ്ങനെ കിം മാറുന്നു. ആളിങ്ങനെ നിൽക്കുവാണ്. അത് കട്ട് ചെയ്ത് യോങ്യാങ് കഴിച്ചോണ്ടിരിക്കുകയാണ്. കിം വന്ന് ഫുഡ് കൊടുക്കുന്നു. ഇതിനാ നിനക്ക് തരുന്നത് സഹതാപം കാരണോ? നീ ഞാനുമായിട്ട് തോക്കുന്നത് അത്യാവശ്യം കഴിക്കാതെ അതിനുള്ള ശക്തി ഇല്ലാത്തോണ്ടാണെങ്കിലോ? ഇതൊന്നും നോക്കുകയാണ്. എന്നിട്ട് അത് വാങ്ങിക്കുന്നു. താങ്ക് യു. നിനക്കൊരു അഭിമാനം ബാക്കിയുണ്ടോ? ഫ്രണ്ട്സിന്റെ ഇടയിൽ അഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ആളിങ്ങനെ നിൽക്കാണ്. അത് കട്ട് ചെയ്ത് യോങ്യാങ് പറയുന്നു, ഞാൻ നാളെ എന്തായാലും തിരിച്ച് ജീവനോടെ വരും. അവര് പറഞ്ഞത് ഇത് ചെയ്തു തീർത്താ നമുക്ക് വീടും ഫാമിലിയൊക്കെ കിട്ടുമെന്നല്ലേ? ഫാമിലി പോലോ? എനിക്ക് എന്റെ സ്വന്തം പേര് പോലും ഓർമ്മയില്ല. കിം, നിന്റെ അവസാനത്തെ പേര് കിം എന്ന. എന്താ നീ പറഞ്ഞേ? നിനക്ക് ഓർമ്മയില്ലേ നമ്മളിവിടെ ആദ്യം വന്നപ്പോ മാസങ്ങളോളം അടിയിട്ടി ഞാൻ എന്റെ പേര് മറന്നുപോയി. പക്ഷെ എന്തോ കാരണം കൊണ്ട് നിന്റെ അവസാനത്തെ പേര് ഞാൻ മറന്നില്ല. അതെന്താ അല്ലേ? എനിക്ക് എന്റെ പേര് പോലും ഓർമ്മയില്ല, പക്ഷെ നിന്റെ അവസാനത്തെ പേര് ഓർമ്മയുണ്ട്. കിം. ആളിങ്ങനെ ഇരിക്കുവാണ്. എന്നെ മറക്കല്ലേ, എനിക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് നീയാ. നീയും കൂടെ എന്നെ മറന്ന് എന്നെ ഓർക്കാൻ ആരുമില്ല. ആളൊന്ന് നോക്കിയിട്ട് പറയാണ്, ഞാനെങ്ങനെ എന്റെ ശത്രുവിനെ മറക്കുന്ന? ഞാൻ 73 ഈ റിപ്പബ്ലിക്കിന്റെ അഭിമാനവും, നീ 66ഉം ഒന്നിനും കൊള്ളാത്ത വേസ്റ്റും. രണ്ടുപേരും ചിരിക്കുവാണ്. അത് കട്ട് ചെയ്ത് അന്ന് ആ ബോംബ് പൊട്ടിയ സീനാണ് കാണിക്കുന്നത്. കിം അവിടെ നിന്ന് എണീറ്റിട്ട് പറയാണ്, 66 വാ നമുക്ക് പോവാം. അങ്ങനെ ആൾ അടുത്തോട്ട് വരുന്നു. ബാബാ നമുക്ക് പോവാം. അതങ്ങ് മറന്നേരെ, എന്റെ കാല് തിരിച്ചു വെക്കാമെങ്കിൽ ഞാൻ വരാം. ആള് നോക്കുമ്പോ യോങ്യാങ്ങിന്റെ കാല് അറ്റു പോയിട്ടുണ്ട്. ബാ നമുക്ക് പോവാം, ഞാൻ ഇവിടം വരെ ഉള്ളൂ, നീ ജീവിക്കണം. ആളിങ്ങനെ നോക്കുവാണ്. ഇവിടെ വെളിയിൽ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ജീവിക്കുന്നതിനേക്കാളും ഞാനൊരു ട്രിഗർ വലിച്ച് മരിക്കാൻ പോവുക. നിന്നെ ഒറ്റയ്ക്ക് മരിക്കാൻ അനുവദിക്കില്ല, നമുക്ക് ഒരുമിച്ച് മരിക്കാം. അങ്ങനെ ആള് ഗൺ ലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് യോങ്യാങ് കയ്യിൽ പിടിക്കുന്നത്. മരിക്കരുത്, നമ്മൾ എന്തിനാ നരകം സഹിച്ചത്? ജീവിക്കാൻ വേണ്ടിയാ. നീ എനിക്ക് ഒരു അവസാനത്തെ കാര്യം കൂടി ചെയ്തു തരണം. എന്ത് നടന്നാലും പ്ലീസ് നീ ജീവിക്കണം. അങ്ങനെ ആളവിടെ മരിച്ചു വീഴുന്നു. കിം അവിടെ ഇരിക്കുവാണ്. കൂടെ പുറകിലെ പട്ടാളക്കാരൊന്നും നിപ്പോണ്ട്. ഗൺ താഴെയിട്. കിം ഇങ്ങനെ ഇരിക്കുവാണ്. അത് കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടാതിക്കുവാണ്. ഇവിടെ മിഞ്ചി ഒരു പരുവായിട്ടുണ്ട്. ആൾ ആലോചിക്കുകയാണ്, അച്ഛാ ഒരു അഭിമാനം ബാക്കിയില്ലേ? എന്തിനാ അവരുടെ മുമ്പിൽ മുട്ടുകുനിച്ചേ? ഹേരിയുടെ അച്ഛൻ എത്ര പവർഫുൾ ആയോണ്ടാ എനിക്ക് ദേഷ്യവും വിഷമവും എല്ലാം വരുന്നുണ്ട്. അച്ഛൻ എന്തിനാ ഞാനുള്ള? മിഞ്ചി. അത് കട്ട് ചെയ്ത് പാസ്റ്റിലെ സംഭവത്തില് മിഞ്ചി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോ ആക്ക് കിമ്മിന്റെ മെസ്സേജ് വരുന്നു. നിന്നെ നാണം കെടുത്തതിന് സോറി, പക്ഷേ മക്കൾക്ക് വേണ്ടി പാരന്റ്സിന് അഭിമാനം ഒന്നും അല്ല. നീയാ എന്റെ അഭിമാനം മോളെ. അതൊക്കെ ആളിരുന്ന് ആലോചിക്കാണ്. ഞാൻ മരിക്കത്തില്ല അച്ഛ, ഞാൻ ഇവിടെ നിന്ന് ജീവിച്ച് വീട്ടിൽ വരും. ആൾ അവിടെ ഇങ്ങനെ ഇരിക്കാണ്. എന്നിട്ട് അവിടത്തെ ഒരു കമ്പി എടുക്കുന്നു കയ്യില്. ഇവിടെ വെളിയില് മഞ്ഞപ്പല്ലൻ സിഗരറ്റ് വലിക്കാൻ പോകുമ്പോഴാണ് മഴ പെയ്യുന്നത്. എന്താ ഇത്, മഴയാ? ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ വന്നോണ്ടിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മുടന്തി അങ്ങോട്ട് ഗങ്മിൻ വരുന്നത്. ആളും നോക്കുന്നു. ബോസ്, ഗങ്മിനോ? നിനക്ക് എന്തോ പറ്റി? ഒരുത്തൻ ആ പെണ്ണിന്റെ അച്ഛനാന്ന് പറഞ്ഞു വന്നു. എന്തോ അച്ഛനാ? നീ എന്തോ പറയുന്നത്? അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഗങ്മിനെ. ആക്കോ ഒരു അനക്കോ ഇല്ല. അപ്പോ ഈ മഞ്ഞപ്പല്ലൻ കത്തിയെടുത്ത് വരികയാണ്. നീ കുറെ നേരം അവിടെ ഇരുന്നില്ലേ? ഡി പെണ്ണെ, നീ എവിടാ? ഒളിച്ചിരിക്കുക? ബാ, വീട്ടിൽ പോകാൻ സമയമായില്ലേ? ഓ, നീ എവിടെയാന്ന് നീ എന്നെ അറിയിക്കുക. നിന്റെ കുഞ്ഞു പ്ലാനിൽ ഞാൻ വീഴണോ? ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ ആള് കത്തിയും കൊണ്ട് വരികയാണ്. അതോ നീ എന്റെ പുറകിലാണോ? കളിക്കുന്ന നിർത്തിയിട്ട് വേഗം വന്നേ. ഞാൻ തമാശ പറഞ്ഞാൻ തോന്നുന്നുണ്ടോ? നീ ഇപ്പൊ വന്നാ ഞാൻ നിന്നെ വെറുതെ വിടും എന്ന് പറഞ്ഞ ആള് തിരിയുമ്പോ മിഞ്ചി കമ്പി എടുത്ത് അവന്റെ തലക്കടിക്കുകയാണ്. അവൻ ബോധം കെട്ടി കിടക്കുന്നു. അങ്ങനെ മിഞ്ചി വെളിയിലോട്ട് ഇറങ്ങാണ്. അപ്പോ ഗങ്മിനെ കാണുന്നു. നിനക്ക് ജീവനുണ്ടോ? എവിടെ പോവാ? ഇങ്ങ് വാ എന്ന് പറഞ്ഞ് അടുത്തോട്ട് വരുമ്പോ അവനെ അടിച്ചിടുവാണ്. വീണ്ടും അടിക്കാൻ പോകുമ്പോ അവന്റെ ദേഹത്ത് ബ്ലഡ് ഉണ്ട്. ആളൊന്നും ചെയ്യുന്നില്ല. മിഞ്ചി ഓടി പോവാണ്. ഇത്രയും നേരം അനാത്തിരുന്ന് ആ കോടാനും വയ്യ വന്ന് വീഴുന്നു. അങ്ങനെ ആൾ ഓടിപ്പോന്നു. അവിടെ നിന്ന് നേരെ കിമ്മിനെ കാണിക്കുകയാണ്. നീ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? എന്നെ കളിപ്പിക്കല്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും നീ റിപ്പബ്ലിക്കിനൊരു ചതിയനാ. നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു വിചാരിച്ചോ? നിന്നെ പറഞ്ഞ ആളെ കുത്തുവാണ്. ആളൊന്നും അനങ്ങുന്നില്ല. ആ കുത്തങ്ങ് വാങ്ങുന്നു. നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവനൊന്ന് നോക്കുവാണ്. അത് നിന്റെ ഇഷ്ടം. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചതാ. അത് കട്ട് ചെയ്ത് പാസ്റ്റ് കാണിക്കുന്നു. എന്നെ എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്? എന്താന്ന് വെച്ചാ ഇത്രയും കഴിവുള്ള ആൾക്കാരെ വേസ്റ്റ് ആക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഇതുവരെ പാക് ജിൻജിയോന്റെ കൂടെ മല്ലിട്ടിക്കുന്ന ആരും കണ്ടിട്ടില്ല. ആകെ നോർത്തിൽ നിന്നുള്ള ആള് നീയ. ഇപ്പോഴും നിനക്ക് സമ്മതം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. പക്ഷെ നിന്നെ കൊല്ലണം.
ആ നോർത്ത് നിന്നെ ഉപേക്ഷിച്ചേക്കാം, പക്ഷെ നിനക്കിവിടെ ജീവിക്കണ്ടേ? ഉപേക്ഷിച്ചെന്നോ? നിങ്ങൾ എന്താ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങളെല്ലാം വെറും ചൂണ്ടകളായിരുന്നു. നിങ്ങളുടെ ബ്യൂറോയിലുള്ള ആൾക്കാർ തന്നെയാ അന്ന് നിങ്ങൾ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോ ആ ഡയറക്ടർ ജനറലിന്റെ സ്ഥാനം മാറ്റി ഇവർക്ക് കയറാലോ. ആളിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് റയ്യങ് റിയോങ്ങിനെ കാണിക്കുന്നു. ഞാൻ സംസാരിച്ചു വരുന്നത് റയ്യങ് റിയോങ്ങിനെ കുറിച്ചാ. നിങ്ങളെ എന്തായാലും വെറുതെ വിട്ടത് നന്നായി. അവിടുത്തെ ഡയറക്ടർ ജനറൽ ഇപ്പൊ മാറുകയും ചെയ്തു. ഇപ്പൊ റയ്യങ് റിയോങ് ആണ് ആ സ്ഥാനത്തും. ഇയാൾക്ക് ഡയറക്ടർ ജനറൽ സ്ഥാനം കിട്ടാൻ വേണ്ടി ഇവരെ സൗത്തിനങ്ങ് വിറ്റതാണ്. അത് കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കുന്നു. ഇവൻ ഇങ്ങനെ നോക്കാണ്. കിം പറയുന്നു, നീ ജീവിക്കണം, എന്തു വന്നാലും കുഴപ്പമില്ല, നീ ജീവിക്കണം. ആക്ക് ഇയോങ്യാങ് അന്ന് പറഞ്ഞത് ഓർമ്മ വരികയാണ്. ആള് കത്തിയെടുക്കുന്നു. അതായിരുന്നു 66ന്റെ അല്ല, അതായിരുന്നു ഇയോങ്യാങ്ങിന്റെ എന്നോടുള്ള അവസാനത്തെ വാക്കുകൾ. ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്ന് പോവാണ്. ഇവനൊന്നും മിണ്ടാനില്ല. ഇവിടെ മിഞ്ചി ഓടി രക്ഷപ്പെട്ടു വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ അച്ഛനും മോളും ഒരേ സ്ഥലത്ത് തന്നെയുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടുമുട്ടിയില്ല. ഇവിടെ കിം ആലോചിച്ചുകൊണ്ട് നടക്കാണ്. കഴിഞ്ഞതെല്ലാം വിട്ടേക്ക്, എന്നിട്ട് മിഞ്ചിയുടെ അച്ഛനായിട്ട് ജീവിക്കാൻ തുടങ്ങ്. ഇവിടെ മിഞ്ചി നടന്നു വരികയാണ്. ആളിങ്ങനെ നടന്ന് ആ കോൾഡ് സ്റ്റോറേജിന്റെ അവിടെ എത്താണ്. ഇവിടെ മിഞ്ചി നടന്നു വരുമ്പോ കുറെ കാറുകൾ അങ്ങോട്ട് വരികയാണ്. മിഞ്ചി മറഞ്ഞു നിൽക്കുന്നു. നോക്കുമ്പോ അവിടെ നിന്ന് അസിസ്റ്റന്റ് ഇറങ്ങാണ്. ആൾക്ക് അന്നത്തെ ദിവസത്തിൽ നിന്ന് അസിസ്റ്റന്റിനെ ഓർമ്മയുണ്ട്. ആൾ അവിടെ നിന്ന് ഓടുവാണ്. ഓടി വന്ന് മറഞ്ഞു നിൽക്കുന്നു. അവിടെ ശരിക്കും മഴയും മിന്നലും ഇടിയൊക്കെയാണ്. ആൾ ഓടിച്ചെന്ന് ഒരു റൂമിൽ കയറി കതവടയ്ക്കാണ്. ഇവിടെ ആള് കോൾഡ് സ്റ്റോറേജിലെത്തി വിളിക്കാണ്. മിഞ്ചി. ആള് മുഴുവൻ നോക്കുന്നു. അങ്ങനെ ആള് സൈഡിലോട്ട് നോക്കുമ്പോ മിഞ്ചി ഉള്ള പോലെ തോന്നും. ആൾ അങ്ങോട്ട് കരഞ്ഞോണ്ട് ഓടി വരികയാണ്. അതിലെ സെക്യൂരിറ്റിയാണ്. മിഞ്ചി എന്ന് പറഞ്ഞ ആൾ അവിടെ ഫുള്ള് തപ്പുവാണ്. അങ്ങനെ ആള് നടന്നു വന്ന് നോക്കുമ്പോഴാണ് അവിടെ ഐസില് മിഞ്ചി എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ആളത് വായിക്കുന്നു. സോറി അച്ഛ, എനിക്ക് പേടിയാവുന്നു. ആള് വിചാരിക്കാണ് മിഞ്ചി മരിച്ചിട്ടില്ല. ആളിങ്ങനെ ഇരിക്കുന്നു. അത് കട്ട് ചെയ്ത് ആൾ ഓടി തെരയാണ്. മിഞ്ചി, കിമ്മിഞ്ചി. അപ്പൊ ആളിങ്ങനെ നടക്കുമ്പോ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. ആളൊന്ന് സ്റ്റോപ്പായി വീണ്ടും നടക്കുകയാണ്. ഇവിടെ അസിസ്റ്റന്റ് നോക്കുമ്പോ ആ ഓഫീസിൽ ആരുമില്ല. ആള് മിഞ്ചി കടന്ന് ശരിക്കും വിളിക്കുകയാണ്. ആള് ഒരു ബോക്സിന്റെ മണ്ടേ കയറുമ്പോ ഇവിടെ മിഞ്ചി ആ സൈഡിൽ കൂടെ പോവാണ്. മിഞ്ചി ഓടി വന്ന് മറഞ്ഞു നിൽക്കാണ്. ആളെ ബോക്സിന്റെ മണ്ടേ കയറി എന്ന് വിളിക്കുകയാണ്. മിഞ്ചി, കിമ്മിഞ്ചി. അങ്ങനെ ആള് വിളിച്ചുകൊണ്ടിന്ന് നോക്കുമ്പോഴാണ് മിഞ്ചിയെ കാണുന്നത്. മിഞ്ചി ഇവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. മിഞ്ചി, ഇത് ഞാനാ. പക്ഷെ ആളവിടെ മതില് ചാടിക്കളഞ്ഞ്. കിം അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. മിഞ്ചി. ഇവിടെ അസിസ്റ്റന്റ് വന്ന് ഓഫീസിൽ നോക്കുകയാണ്. നിങ്ങളെല്ലാം ബാക്കിയുള്ള അടുത്ത് പോയി തപ്പ്. അത് കട്ട് ചെയ്ത് ഇവിടെ SMD ഡയറക്ടർ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എല്ലാണും കൂടെ വന്ന് പിടിക്കുന്നുണ്ട്. എന്നെ വിട്. കിം എന്തിയെ? അവനിപ്പോ മിയോങ്പോ പോർട്ടിലാ ഉള്ളത്. അപ്പൊ ബാക്കി രണ്ടുപേരോ? ഹൻസു നേരത്തെ പോയി. പാക് ജിൻജിയോള് സറണ്ടർ ആയെന്നോ? അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും. ജിൻജിയോള് രക്ഷപ്പെട്ടെന്ന നിന്നെയൊക്കെ കൊണ്ട് എല്ലാണും ഇങ്ങനെ നിൽക്കാണ്. നിങ്ങളൊക്കെ എന്തോ ചെയ്യോ? ഒരു വക ശരിയായിട്ട് ചെയ്യാറിനോട്. പറയുന്ന ആൾ ഇത്ര നേരം വെള്ളത്തിൽ കിടന്നിട്ടാ പറയുന്നത്. വാ നമുക്ക് പോവാം. അപ്പോ സാങ് പേഴ്സ് നീട്ടാണ്. ആള് നോക്കിയിട്ട് പറയുന്നു, ഇതെന്താ നിന്റെ കയ്യില്? അത് റോഡിന്റെ സൈഡിൽ നിന്ന് കിട്ടിയത്. ആള് നോക്കുമ്പോ പൈസയും ക്രെഡിറ്റ് കാർഡും ഒരു വക അതിനകത്തില്ല. അപ്പൊ ആൾക്ക് മെസ്സേജ് വരാണ്. ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് ആയി. 1.6 മില്യൺ വോൺ. 1.6 മില്യൺ വോണോ? ഇവരെല്ലാം ഇങ്ങനെ നിൽക്കാണ്. ഇവന്മാരെ കൊണ്ട് എല്ലാം അവിടെ നിന്ന് പോന്നു. അത് കട്ട് ചെയ്ത് ജിൻജിയോളിനെ കാണിക്കാണ്. ഞാനാ ജിൻജിയോള്. ഈ ഫോൺ ഒന്ന് അയച്ചെടുക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. നീ ജർമ്മേനിയം ബ്രേസ്ലെറ്റ് എന്ന് കേട്ടിട്ടുണ്ടാ? അത് ഉപയോഗം ഉണ്ടോന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഒരുപാട് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തിന്നണ്ടേ? അവന്റെ ഒരു ജർമ്മേനിയം ബ്രേസ്ലെറ്റ് ഈ സമയത്ത് നീ എപ്പോഴാ തിന്നാൻ പോന്ന? ഇത് ആരുടെ നമ്പറാ? അത് ഏതോ ഒരു SMD ഡയറക്ടറിന്റെ ഞാൻ എടുത്തേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വിളിച്ചാൽ മതിയേ. ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണേ. ഓക്കെ എന്നാ എന്ന് പറഞ്ഞ ആൾ ഓട്ടിച്ചു പോവാണ്. ഇവിടെ തായ്ക്കൊണ്ട് കേറിയിട്ട് ചോദിക്കാണ്, ഇത്രയും പൈസക്ക് ഈ ബൈക്ക് വരുന്നതിന് കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം മോനെ? എന്റെ ഹസ്ബൻഡ് പണ്ട് ഓടിച്ചോണ്ടിരുന്നേ. ഇപ്പൊ അങ്ങേര് വയസ്സായില്ലേ. ഞാൻ നല്ല അടിപൊളി ബീഫ് വാങ്ങിച്ചോളാം ഇത് വെച്ച്. ശരിയെന്നാ. നിന്നെ നീ ഇതുവിട്ട് ഓടിക്കാൻ പോന്നേ? അപ്പൊ ആള് ഡ്രസ്സൊന്നും നോക്കാണ്. അത് കട്ട് ചെയ്ത് ആള് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അമ്മൂമ്മയുടെ ഡ്രസ്സും കൂടെ മണ്ടയിലെടുത്ത് ഇട്ടിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ഗങ്മിൻ വന്ന് മഞ്ഞപ്പല്ലിനെ വിളിക്കാണ്. ബോസ് ഇവിടെ തണുപ്പാ, നമ്മള് തീർന്നു ബോസ്. ആളെണീക്കുന്നു. ദാഹാ കൊച്ച് എന്ന് പറഞ്ഞ് എണീക്കുമ്പോഴാണ് അസിസ്റ്റന്റ് ഒന്ന് ഒറ്റ ഷൗട്ട് മടങ്ങി അങ്ങ് വീഴാണ്. എന്നിട്ട് ഇവനെ പിടിച്ചു വെക്കുന്നു. അപ്പൊ അസിസ്റ്റന്റ് ഷിയറും കൊണ്ട് വരികയാണ്. വാ തുറക്കടാ. ഇവൻ പേടിച്ചു പോന്നു. ഇവിടെ മിഞ്ചി ചാടി ഇറങ്ങി വണ്ടികൾക്കൊക്കെ നോക്കാണ്. ഒരു കാറിനെ കൈ കാണിക്കുന്നു, നിർത്തുന്നില്ല. ഇവിടെ മഞ്ഞപ്പല്ലിന്റെ വായിന്ന് ചോരയൊക്കെ വന്ന് വീണ്ടും പല്ല് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ചെയർമാൻ അവസാനത്തെ ഓർഡർ വന്നിട്ടാ വിട്ടത്. ആ കുട്ടിയെ കൊന്നതിനുള്ള കുറ്റം നീ ഏറ്റെടുക്കണം. എന്നിട്ട് ഞാൻ മരിക്കുകയും ചെയ്യുമല്ലേ? ആ ബോഡി എന്തിയെ? ബോഡിയോ? ഏത് ബോഡി? അതാണോ എന്ന് പറഞ്ഞ് ആള് നോക്കുമ്പോ അവിടെ സെക്യൂരിറ്റിയുടെ ബോഡിയാണ്. അവനെ വന്ന് ചവിട്ടുന്നു. അതെന്തീന്ന്? നീ തീർന്നടാ. ഇവിടെ ബോഡിയേ ഇല്ല. ആ പെണ്ണിന് ഇപ്പോഴും ജീവനുണ്ട്. അവക്ക് ജീവനുണ്ടെന്ന് അവളെ കണ്ടുപിടിക്ക്. എല്ലാരും അവിടെ നിന്ന് ഇറങ്ങുവാണ്. പോകുന്നതിന് മുമ്പ് അസിസ്റ്റന്റ് ഒരുത്തന് ഓർഡർ കൊടുക്കാണ്. ഇവിടത്തെ കാര്യം തീർത്തിട്ട് വാ. അങ്ങനെ അവൻ തിരിയുന്നു. ഇവിടെ മഞ്ഞപ്പല്ലം ചോദിക്കാണ്, ഡാ നിനക്ക് എങ്ങനെയാ ജീവിതത്തിന്റെ രുചിന്നറിയാവോ? മധുരം, കയ്പ് അല്ല. നിന്നെ പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നവർക്ക് ജീവിതം മധുരവും കയ്പും ഒക്കെ ആയിരിക്കും. പക്ഷേ യഥാർത്ഥ ഗുണ്ടകൾക്ക് ജീവിതം ചോര പോലെയാ.
എന്ന് പറഞ്ഞ അവൻ വരുമ്പോ അവനെ കത്തി കൊണ്ട് കുത്തുവാണ്. ഇവിടെ മിഞ്ചി കരഞ്ഞോണ്ട് റോഡിൽ നിൽക്കാണ്. ഒരു വണ്ടിയും നിർത്തുന്നില്ല. ഇവിടെ മഞ്ഞപ്പല്ലം വെളിയിൽ ഇറങ്ങുമ്പോ അസിസ്റ്റന്റിനെ കാണുകയാണ്. അവൻ കാണാതെ മറഞ്ഞു പോന്നു. കിമ്മ് മിഞ്ചിയെ തപ്പുകയാണ്. മിഞ്ചി ആള് റോഡിലോട്ട് ഓടി വന്ന് വിളിക്കുന്നു. അവിടെ എങ്ങും മിഞ്ചിയില്ല. അങ്ങനെ ആള് നിൽക്കുമ്പോഴാണ് അവിടുത്തെ ക്യാമറ ശ്രദ്ധിക്കുന്നത്. ആള് ഫോൺ വിളിക്കുന്നു. ലോണ്ട്രിയും സാങ്ങയാണ് വിളിക്കുന്നത്. കിമ്മോ? ഹലോ, ഹങ്മാൻ പോ, നാഷണൽ ഹൈവേ 87. 10 മിനിറ്റ് മുമ്പുള്ള CCTV എനിക്ക് വേണം. എന്താ? ഞാൻ മിഞ്ചി ഇവിടെ കണ്ടു. മിഞ്ചിയെ കണ്ടുപിടിച്ചാലേ ഇത് തീരത്തോളൂ. അവളെ കിട്ടിക്കഴിഞ്ഞ് എന്നെ വിളിക്ക് പ്ലീസ് ആങ്ങ. അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ ഇവര് കാറിൽ നിന്ന് ഇറങ്ങാണ്. അവിടെ നിന്ന് SMD-കാരൻ വരുന്നു. അവനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? മോളെ കണ്ടുപിടിക്കാനുള്ള തിരക്കില മിസ്റ്റർ കിം. ആള് കണ്ടുപിടിച്ചാൽ ഉടനെ വരും. അവനെന്താ വട്ടാണോ? അവനറിയാം സറണ്ടർ ആയ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവൻ പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല സാർ. നീ മിണ്ടാതിരിക്കടാ. സോറി സാർ. ഇവര് പറയുന്നത് സത്യമാണെന്നാ തോന്നുന്നത്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഇത്രയും നേരം മോളുടെ ചുറ്റുമല്ലായിരുന്നു ആള്. നിങ്ങൾക്കല്ല ഇത് എന്താ പറ്റിയേ? ഏതൊരച്ഛനും നാച്ചുറലി. അപ്പോ അവന്റെ മോളാണ് അവന്റെ വീക്ക്നെസ്. അവന്റെ മോളെ തപ്പാൻ നോക്ക്. ആദ്യം അവളെ കണ്ടുപിടിക്കേണ്ടത് നമ്മളാ. യെസ് സാർ. അങ്ങനെ ഇവര് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാണ്. അപ്പോ ആളൊരു കാറിൽ കയറി പോയിട്ടുണ്ട്. ഉറപ്പാണോ? ഈ കാറിലാണോ അവള് കയറിയത്? യെസ് സാർ. ഇവിടെ ആളാ കാറിൽ കയറി പറയാണ്, എനിക്ക് റൈഡ് തന്നതിന് നന്ദി. ആള് ഹാപ്പിയായി സമാധാനത്തെ ഇരിക്കുകയാണ്. ഇവിടെ അസിസ്റ്റന്റ് അടുത്ത് എല്ലാരും കൂടെ ഓടി വരികയാണ്. നിങ്ങൾക്ക് അവളെ കിട്ടിയില്ല? ഇല്ല. ലീഡ് വെഹിക്കിൾ ഇങ്ങോട്ട് വന്നു. നീ ഉദ്ദേശിച്ചത് ചെയർമാനെയാ? അത് കട്ട് ചെയ്ത് ജൂയെ കാണിക്കുന്നു. വില്ലയിലോട്ട് പോകുന്ന റൂട്ടിലോട്ട് പോ, ഞാൻ അങ്ങോട്ട് വരും. ആള് പറയാണ്, മഴ നിന്നല്ലോ. ജങ്, നിനക്ക് ഹോജാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അത് നല്ല കാര്യമൊന്നല്ലേ? ശരിയാ. എന്ത് നമുക്ക് നല്ലത് തരുന്നോ അതും നല്ല കാര്യമാ. അത് ഞാൻ ഓർത്തിരിക്കാം സാർ. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം. ഹേരി ലക്കിയാണെന്നുള്ള പ്രൂഫാണിത്. അവളെ തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചില്ലേ? അപ്പൊ കാണിക്കാണ് ആളുടെ ഫ്രണ്ടില് മിഞ്ചിയിരുന്ന് ഉറങ്ങുവാണ്. ജൂ നോക്കി ചിരിക്കുന്നു. ഇവിടെ കിം കാത്തു നിൽക്കുവാണ്. മിഞ്ചി ഇതൊന്നും അറിയുന്നില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം നോക്കിയേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നിട്ട് യൂട്ടേൺ അടിച്ചു പോകുന്നു. എന്തായാലും അതോടെ എപ്പിസോഡ് 5 ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡായി അടുത്ത വീഡിയോ കാണാം. ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോ ബൈ ഗായ്സ്.